പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSC ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളും വാർത്തകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നാമത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. SI അർഹതാ ലിസ്റ്റിൽ ആൾക്ഷാമം, കട്ട് ഓഫ് മാർക്ക് ഉയർത്തി, ആളെ കുറയ്ക്കാവുന്ന കടമ്പകൾ ഇനിയും ഏറെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, SIയുടേത് ആകപ്പാട് കുറച്ച് ആൾക്കാരെ മാത്രം മതി. അവർക്ക് 239 ഒഴിവുകൾ മാത്രമാണ് സബ് ഇൻസ്പെക്ടറിനത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 178 അടുപ്പിച്ച് പുതിയ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു വാർത്തയ്ക്കകത്ത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ അർഹതാ ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളെ കുറച്ചതായി പരാതി വരുന്നുണ്ട്. സിവിൽ പോലീസ് ഓഫീസർ തസ്തികയ്ക്ക് വിവിധ ബറ്റാലിയനുകളിൽ താരതമ്യേന കുറഞ്ഞ കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ച PSC SI തസ്തികയ്ക്ക് 48.9 കട്ട് ഓഫ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കണ്ടതാണല്ലോ. SIയുടെ നിന്ന് കട്ട് ഓഫ് ഈ ഒരു 48 മാർക്കൊന്നും വരുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ SIയുടെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 48.9 മാർക്കായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം ചെയ്തത് ആളെ കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ ജൂലൈ 29 പ്രസിദ്ധീകരിച്ച SI ലിസ്റ്റിൽ 6338 പേരെയാണ് PSC ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവർക്കിനി മെയിൻസ് പരീക്ഷയും അതുപോലെ തന്നെ കായികക്ഷമതാ പരീക്ഷയും കൂടാതെ ഇൻ്റർവ്യൂ പരീക്ഷയും ബാക്കിയുണ്ട്. അർഹതാ ലിസ്റ്റിലെ വലിയ പങ്ക് തന്നെ മെയിൻ പരീക്ഷയിൽ ഒഴിവാക്കപ്പെടും. അതുപോലെ തന്നെ മെയിൻ പരീക്ഷ ജയിക്കുന്നവരിൽ 60% പേരും കായികക്ഷമതാ പരീക്ഷയും പുറത്താക്കപ്പെടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു 6000 അല്ലെങ്കിൽ 6300 പേരിൽ തന്നെ വലിയൊരു ഭാഗവും മെയിൻസ് പരീക്ഷയ്ക്ക് ഒഴിവാകും. അതുപോലെ തന്നെ അതിൽ നിന്ന് ഈ മെയിൻസ് പരീക്ഷയ്ക്ക് തോറ്റവരിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻസ് പരീക്ഷയ്ക്ക് ജയിച്ചവരിൽ നിന്ന് തന്നെ 60% പേരും ഫിസിക്കലിനും പുറത്താവും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ആകപ്പാട് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കുറച്ച് പേരെ മാത്രമാണ് ഈ ഒരു SI ലിസ്റ്റിലേക്ക് ആവശ്യമുള്ളത്. 239 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 178 പുതിയ ഒഴിവാണെന്നും പറയുന്നുണ്ട് കേട്ടോ. 43 NJD, 18 ആൻറ്റിസിപ്പേറ്ററി എന്നിങ്ങനെയാണ് ബാക്കിയുള്ള ഒഴിവുകൾ വന്നിട്ടുള്ളത്. എന്തായാലും ഒരു 280 പേരെ മാത്രമേ SI ലിസ്റ്റിനകത്ത് ആവശ്യമുള്ളൂ. ഇപ്പോൾ എടുത്തിട്ടുള്ളത് 6300 പേരുടെ ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ 6338 പേരിൽ നിന്ന് ആണ് ഇനി ഈ ഒരു 239 അല്ലെങ്കിൽ 240 എന്ന് പറയുന്ന സംഖ്യ അവർക്ക് SI അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ SIയും അതിൻ്റെ അർഹതാ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആൾക്ഷാമത്തിൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ വാർത്തയിലേക്ക് നോക്കാം. രണ്ടാമത്തെ വാർത്ത പറയുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷ ഒക്ടോബർ 22 മുതൽ ആരംഭിക്കുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ 22 നമ്മുടെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ. സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് നവംബർ 19 കേട്ടോ. നവംബർ 19 സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ ഫേസ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ഡിസംബർ 17 ഡിസംബർ 17 മൂന്നാമത്തെ ഫേസ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഓരോ ഫേസിലും പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് 1,78,000 പേരടുപ്പിച്ചാണ്. ഓരോ പരീക്ഷയിലും അല്ലെങ്കിൽ ഓരോ ഫേസിലും പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് 1,78,000 പേരാണ് അടുപ്പിച്ചാണ് ഓരോ ഫേസിലും. അങ്ങനെ മൊത്തത്തിൽ ആകെ അപേക്ഷകരെന്ന് പറയുന്നത് 5,38,000 പേരാണ് ആകെ അപേക്ഷകർ. നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയ്ക്കകത്തുള്ള ആകെ അപേക്ഷകർ എന്ന് പറയുന്നത് 5,38,390 കറക്റ്റ് പറയുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങും. ഒക്ടോബർ 22 പരീക്ഷയുള്ളവരുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്ന ഒക്ടോബർ 7 നവംബർ 19 പരീക്ഷയുള്ളവരുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത് നവംബർ 5 ഡിസംബർ 17 പരീക്ഷയുള്ളവരുടെ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നത് ഡിസംബർ 3 ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഡിഗ്രി പ്രിലിമിനറി പരീക്ഷയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം. അടുത്ത വാർത്ത ശ്രദ്ധിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അർഹതാ ലിസ്റ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 11,206 പേരെയാണ് എന്ന് പറയുന്നുണ്ട്. കട്ട് ഓഫ് എന്ന് പറയുന്നത് 47.56 അല്ലേ. നമ്മുടെ SIക്ക് ഇതിനേക്കാളും കട്ട് ഓഫ് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കട്ട് ഓഫ് ആയിരിക്കും കൂടി നിൽക്കുന്നത്. SIയുടെ അത് കമ്പാരിറ്റീവ്ലി 47 കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കട്ട് ഓഫ് വന്നിട്ടുള്ള 47.5, SIയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 48.9 ആയിരുന്നു. എന്ത് വിരോധാഭാസമാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും സെക്രട്ടേറിയറ്റിൻ്റെ ഈ ഒരു അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 11,200 പേരെയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റിൻ്റെ അർഹതാ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന് പുനഃപരിശോധനാ കോപ്പി ആവശ്യമുള്ളവർക്ക് അതിൻ്റെ അപേക്ഷ സെപ്റ്റംബർ 12 തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചിട്ട് അതൊന്ന് റിവ്യൂ ചെയ്യണമെന്നൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് റിവ്യൂ ചെയ്യണമെന്നുള്ളവർക്ക് അത് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ അതിന് വേണ്ട അപേക്ഷ ഫോറമൊക്കെ നമ്മുടെ PSCയുടെ അന്വേഷണ വിഭാഗത്തിലും വെബ്സൈറ്റിലൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പുനഃപരിശോധനയ്ക്ക് 85 രൂപ മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, അതും ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ താഴെ പറയുന്ന ഈ ഒരു അഡ്രസ്സിൽ 0051 PSC 105 സ്റ്റേറ്റ് PSC 99 എന്ന് പറയുന്ന എക്സാമിനേഷൻ ഫീ എന്ന അക്കൗണ്ടിൽ ട്രഷറിയിൽ അടച്ച ശേഷം അതിൻ്റെ ഒറിജിനൽ ചെല്ലാൻ രസീത് സഹിതം അപേക്ഷ നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്. നിങ്ങൾക്ക് പുനഃപരിശോധനയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ചെയ്യേണ്ട സ്റ്റെപ്പ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അടുത്ത വാർത്ത പറയുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞതാണ് എല്ലാ ബറ്റാലിയൻസിൻ്റെയും വന്നിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തത്തിൽ 33,127 പേരാണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ മെയിൻ ലിസ്റ്റിനകത്ത് 3,700 പേര് വന്നിട്ടുണ്ട്. അതിൻ്റെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1,900 പേര് വന്നിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ 5,657 പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 32.33 അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം MSPയുടെ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് 3,500 പേരാണ്. ആകെ മൊത്തത്തിൽ 5,451 പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. കട്ട് ഓഫ് വന്നിട്ടുള്ളത് 35.67 അതുപോലെ തന്നെ നമ്മുടെ എറണാകുളത്ത് 2,500 പേര് മാത്രമേ ഉള്ളൂ. അതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് 27.33 നമ്മുടെ തൃശ്ശൂർ KAP2 ആണെങ്കിൽ മെയിൻ ലിസ്റ്റിനകത്ത് 3,500 പേരും ആകെ മൊത്തത്തിൽ 5,197 പേരുടെ ലിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തൃശ്ശൂരിൻ്റെ കട്ട് ഓഫ് 35.67 ആയിരുന്നു. പത്തനംതിട്ട ജില്ല അല്ലെങ്കിൽ KAP3 ആണെങ്കിൽ കട്ട് ഓഫ് 36.67 ആയിരുന്നു. കാസർഗോഡ് ആണെങ്കിൽ KAP4 ആണെങ്കിൽ കട്ട് ഓഫ് വരുമ്പോഴത്തേക്കും 32.34 ആയിരുന്നു. ഇടുക്കി ആണെങ്കിൽ ഏറ്റവും കുറവ് ഇടുക്കിയിലായിരുന്നു, 22.33 ഇടുക്കിയിലായിരുന്നു. ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു? ഏറ്റവും കൂടുതൽ വന്നിട്ട് നമ്മുടെ പത്തനംതിട്ടയാണ് അല്ലേ, KAP3യിലായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, 36.67. ഏറ്റവും കുറവ് ഇടുക്കിയിലും ഏറ്റവും കൂടുതൽ പത്തനംതിട്ടയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നിലവിലത്തെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസിൻ്റെ കാര്യങ്ങൾ. നിങ്ങളുടെ ഫിസിക്കൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഒരു മാസത്തെ ടൈം പ്രതീക്ഷിച്ചാൽ മാത്രം മതി. എന്തായാലും ഫിസിക്കൽ ശരിയാക്കാനുള്ളവർ പെട്ടെന്ന് തന്നെ ഫിസിക്കൽ ശരിയാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഫയർമാൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ 3,468 പേരെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫയർമാൻ്റെ ഫിസിക്കലും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫയർമാൻ്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു 61.33 മാർക്കായിരുന്നു. കായികക്ഷമതാ പരീക്ഷ, നീന്തൽ പരീക്ഷ എന്നിവ ഇനി നടത്താനായിട്ടുണ്ട്. ഇതിൽ ജയിക്കുന്നവരെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നുണ്ട്. ഫയർമാൻ ട്രെയിനിയിൽ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവെന്ന് പറയുന്നത് 317 ഒഴിവാണ് കേട്ടോ. അപ്പോൾ ഈ 3,463 പേരിൽ നിന്ന് അവർക്ക് ആകെ വേണ്ടത് 317 പേരാണ്. അപ്പോൾ ഫിസിക്കൽ ഡൈറ്റ് ആയിരിക്കും, ഫിസിക്കൽ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നീന്തൽ പഠിക്കാനുള്ളവർ പെട്ടെന്ന് തന്നെ നീന്തലൊക്കെ പഠിച്ച് സെറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ LDC LGSൻ്റെ നിയമനം വൈകിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ നിയമനത്തിലും ഒരുപാട് പേര് നിയമിക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വർഷത്തെ നിയമനവും താമസിക്കരുതെന്ന് പറയുന്നുണ്ട്. ഒരു വർഷത്തിലേറെയായിട്ട് നിയമനം നിലച്ച LD ക്ലർക്ക് ലാസ്റ്റ് ഗ്രേഡ് നിയമനങ്ങൾ ശുപാർശ എത്രയും വേഗം തന്നെ ആരംഭിക്കാനായി PSC തയ്യാറാക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ LD ക്ലർക്ക് തസ്തികയിലുള്ള 1,500-ലധികം ഒഴിവുകൾ 14 ജില്ലകളിലുമായി നിലവിലുണ്ട്. ഓഗസ്റ്റ് 1 നിലവിൽ വന്ന PSCയുടെ റാങ്ക് ലിസ്റ്റുകളിൽ 23,500 പേരുടെ ലിസ്റ്റാണുള്ളത്. മുഴുവൻ ലിസ്റ്റ് റദ്ദായ 2021 ഓഗസ്റ്റ് 4 ശേഷം PSC വഴി LD നിയമനം നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കേരള PSC അറിയിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ നിയമനങ്ങൾ ഉണ്ടാവുമെന്നാണ്. ഇപ്പോൾ എന്തായാലും നമുക്ക് അതിനു വേണ്ടി തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നവംബറിലെ PSC പരീക്ഷാ കലണ്ടറെല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും. അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേരള വാട്ടർ അതോറിറ്റിയിലെ സിലബസിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് പുതിയ സിലബസ് കൊണ്ടുവന്നു. അതിൻ്റെ പരീക്ഷ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് നവംബർ 26-നാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പരീക്ഷ നിലവിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ പുതിയ സിലബസ് നമ്മുടെ PSC സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ 10th ലെവൽ പ്രിലിംസിൻ്റെ അഞ്ചാമത്തെ ഘട്ടത്തിൽ നിന്ന് 6 ചോദ്യങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞതായിരിക്കും. അപ്പോൾ 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഉത്തരങ്ങൾ തിരുത്തി എന്നും പറയുന്നുണ്ട്. ആകെ മൊത്തത്തിൽ 8 ചോദ്യങ്ങൾക്ക് ഇതിനകത്ത് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒഴിവായ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒഴിവാക്കിയ ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അറിയിപ്പുകളും വാർത്തകളും ഒക്കെ. ഈ ഒരു വീഡിയോ ഫലപ്രദമായി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം IDയും ലിങ്കും ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.